നമസ്കാരം. സ്വന്തം മതത്തെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തേണ്ടവർ തന്നെ, പണ്ഡിതന്മാരായ ഗുരുക്കന്മാർ തന്നെ അതിനെ ഇകഴ്ത്തി സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രത്യേക ദൈവം, നമ്മൾ ഒരു ഭഗവാൻ, ഒരു ക്ഷേത്രത്തിലെ ഭഗവാൻ ബന്ധനസ്ഥനാണ് എന്നൊക്കെ പറയുമ്പോൾ അത് അന്യ മതക്കാരിലാണ് കൂടുതൽ ആഹ്ലാദം ജനിപ്പിക്കുന്നത്. നോക്കൂ, എപ്പോഴും നമ്മുടെ ഭഗവാൻ ശക്തനാണ്. എവിടെ ഇരുന്നാലും നമ്മുടെ ഭഗവാൻ ശക്തനാണ്. ഒരു ചെറിയ പൂ, ഒരു തുളസിപ്പൂ അല്ലെങ്കിൽ ഒരു പൂ ഭക്തിയോടെ ഒരു ഭക്തൻ സമർപ്പിച്ചാൽ പോലും ഭഗവാൻ അത് മതിയാകും. അങ്ങനെ ഉള്ള ഭഗവാൻ, പരമശക്തൻ്റെ പരബ്രഹ്മത്തിൻ്റെ ഭാഗമായ ഭഗവാൻ ഒരു പ്രത്യേക നിയോഗത്തിനു വേണ്ടി ഭൂമിയിലെത്തിയ അവതാരം. ആ ഭഗവാനെ നമ്മൾ എങ്ങനെ ബന്ധനസ്ഥനാക്കും? ഏത് മതക്കാർക്ക് പറ്റും? കുരിശുകൊണ്ട് പറ്റുമോ? അല്ലെങ്കിൽ ഇസ്ലാം മതക്കാർക്ക് പറ്റുമോ? ആർക്കും പറ്റില്ല. നമ്മൾ പല ഇതിലും കണ്ടിട്ടുള്ളതാണ് എക്സോർസിസം ഒക്കെ ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ. അതിൽ ഹോളി വാട്ടർ തളിച്ചിട്ടാണ് അവർ അത് പിശാചുക്കളെ മാറ്റുന്നത്. നമ്മുടെ ഹിന്ദു മതത്തിലുമുണ്ട് മന്ത്രവാദങ്ങളിലൂടെയും അങ്ങനെ മറ്റും പല രീതിയിലൂടെയും ഭൂതപ്രേത പിശാചുക്കളെയൊക്കെ മാറ്റുന്നത്, നെഗറ്റീവ് ശക്തികളെ മാറ്റുന്നത്. നമ്മളാൽ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീടുകളിൽ നെഗറ്റീവ് ശക്തികൾ വരാതെ നമ്മൾ നോക്കുകയും ചെയ്യുന്നു. അപ്പോൾ മന്ത്രോച്ചാരണത്തോടുകൂടി സ്വന്തം ആത്മാവിലും സമർപ്പിച്ച് ഒരു തന്ത്രി പ്രതിഷ്ഠിക്കുന്ന ഒരു ഭഗവാൻ, ആ ഭഗവാന്റെ ആ ബിംബത്തിൽ ഇരിക്കുന്ന ചൈതന്യം, ആ ചൈതന്യം അവിടെ തന്നെയുണ്ട്. നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നോ അത്രത്തോളം ആ ചൈതന്യം അവിടെ തന്നെയുണ്ട്. ഭക്തൻ്റെ മനസ്സിലെ ഭക്തിയാണ് ഭഗവാൻ അവിടെ നിലനിർത്തുന്നത്. അല്ലാതെ ചുറ്റും എന്തെങ്കിലും വന്നു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മന്ത്രവാദികൾ വന്നു എന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും നീച്ച ശക്തികൾ വന്നോ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ബന്ധനസ്ഥനാകില്ല. അതൊരു പ്രത്യേക ഗുരു ഇതിലൂടെ പറഞ്ഞത് കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നലെ ആ ഒരു വീഡിയോ ഇട്ടത്. ആ വീഡിയോ ക്ലിയർ അല്ലായിരുന്നു, എനിക്കറിയാം. ഞാൻ പെട്ടെന്നുള്ളൊരു ആവേശത്തോടെ ഇട്ടതാണ്. ഒട്ടും തന്നെ ക്ലിയർ അല്ലായിരുന്നു. ഭഗവാൻ ഒരിക്കലും ബന്ധനസ്ഥനല്ല. അയ്യപ്പൻ അതിശക്തിമാനാണ്. അയ്യപ്പൻ്റെ ശക്തിയാണ് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, നമ്മൾ തന്ത്രി വരെ ജയിലിലായി. നമ്മൾ കണ്ടു. ഭഗവാനെ തൊട്ട് കളിക്കുന്നവർക്കൊക്കെ അതിൻ്റെ ശിക്ഷ അപ്പോൾ തന്നെ കിട്ടും. ദേവസ്വ സ്വത്തിൽ നമുക്ക് അവകാശമില്ല. അത് ഭഗവാന്റെ സ്വത്താണ്. ഭഗവാൻ തന്നാൽ മാത്രമേ അതിന് നമുക്ക് അവകാശമുള്ളൂ. ഇല്ലെങ്കിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിന് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള കോടിക്കണക്കിന് വിലയുള്ള ഈ രത്നങ്ങളും സ്വർണവും ഒക്കെ വാരി അവരുടെ ഇഷ്ടത്തിന് ചെയ്യാമായിരുന്നു. അതൊന്നും അവർ ചെയ്തില്ല. കാരണം എന്താണ്? പത്മനാഭനിലുള്ള ഭക്തി. പത്മനാഭദാസന്മാരാണവർ. അതുപോലെ തന്നെ അയ്യപ്പദാസരാണ് നമ്മളും. ഈ കാണിച്ചവർ, അയ്യപ്പനെ കൊള്ളയടിക്കാൻ ശ്രമിച്ചവർക്കൊക്കെ അതിൻ്റെ ശിക്ഷ കിട്ടും. എത്ര തലപ്പത്തുള്ളവനാണെങ്കിലും എത്ര കീഴ് ഉള്ളവനാണെങ്കിലും അത് നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഗുരുക്കന്മാരെ, പണ്ഡിതന്മാരെ അയ്യപ്പൻ ബന്ധനസ്ഥനാണ് എന്നുള്ള വാക്ക് ഇനി ഉപയോഗിക്കരുത്. ഒരു അയ്യപ്പ ഭക്തി എന്നുള്ള നിലയിൽ എനിക്കത് വളരെയധികം വിഷമം വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ വീഡിയോ ഇന്നലെ ഇട്ടത്. എൻ്റെ ധാർമ്മിക രോഷം എല്ലാം കൂടെ വന്നപ്പോൾ എൻ്റെ വാക്കുകൾ കിട്ടാതെയായി, ക്ലിയർ അല്ലാതെയായി. അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത്. ആർക്കും അയ്യപ്പനെ ബന്ധിപ്പിക്കാൻ പറ്റില്ല. അയ്യപ്പൻ സ്വയം സമാധിയിലേക്ക് വന്ന ആളാണ്. ബ്രഹ്മചാരിത്വം കീപ്പ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിനേക്കാൾ ശക്തി ഏത് ദൈവത്തിനുണ്ട് പിന്നെ?